നമസ്കാരം. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വയനാട് വിഷയത്തിൽ ഇല്ലാത്ത തെറ്റിദ്ധാരണ പടർത്തുന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇവരുടെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനം വൈകി എന്ന വാർത്ത വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്നതാണെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തമുണ്ടായി 2 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. കോടതി വിധി ആഹ്ലാദകരമായ കാര്യമാണ്. സർക്കാർ എടുത്ത സമയം ഒട്ടും വൈകിയതല്ല എന്നതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. സ്പോൺസർമാരുമായി അടുത്ത വർഷം ആദ്യ ആഴ്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പുനരധിവസിപ്പിക്കേണ്ടവരുടെ തെളിമയാർന്ന പട്ടിക ഉടൻ പുറത്തുവിടും. ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല എന്നും കാലതാമസമില്ലാതെ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടികളാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഇതിനാണ് കോടതി അനുമതി നൽകിയത്. അർഹമായ തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരായ ഉടമകൾ നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി അർഹമായ നഷ്ടപരിഹാരം നൽകി പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തോട്ടം ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ എൽസ്റ്റോൺ ഉടമകളായിരുന്നു കോടതിയെ സമീപിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ ഉടൻ ആരംഭിക്കാമെന്നും ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുമാണ് കോടതി വിധി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് സൗകര്യം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഭൂമി ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് ഏറ്റെടുക്കുന്നത്. 127.11 ഹെക്ടർ ഭൂമിയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുക്കുന്നത്. മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനായി സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. കൽപ്പറ്റ നഗരത്തോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടി ടൗണിൽ നിന്നും 6 കിലോമീറ്റർ ദൂരെയുള്ള നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹാരിസന്റെയും എൽസ്റ്റന്റെയും വാദം. എന്നാൽ എസ്റ്റേറ്റുകളിൽ സർക്കാരിന്റെ അവകാശവാദം ഉന്നയിച്ച് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ സുൽത്താൻ ബത്തേരി കോടതിയിൽ സിവിൽ കേസും ഫയൽ ചെയ്തിരുന്നു. ഭൂമി സംബന്ധിച്ച നിയമ പോരാട്ടം ടൗൺഷിപ്പ് നിർമ്മാണം അനിശ്ചിതത്തിലാക്കുമോ എന്ന ആശങ്ക പോലും ഉയർത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. വയനാട് പുനരധിവാസത്തിന് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി വിധി മനുഷ്യരുടെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിന്റെ വികാരം കോടതി പൂർണ്ണമായും തിരിച്ചറിയുന്നതിന്റെ തെളിവാണെന്നും മന്ത്രിയുടെ പ്രതികരണം. ദുരന്തം ഉണ്ടായി 2 മാസത്തിനുള്ളിൽ ദുരന്ത നിവാരണത്തിനൊപ്പം ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിരുന്നു. ദുരന്തമുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ടൗൺഷിപ്പ് എവിടെ ഒരുക്കുമെന്ന ആലോചന തുടങ്ങിയിരുന്നു. ദുരന്തബാധിതരായ ആളുകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള ടൗൺഷിപ്പ് ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്.